Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, ma'am. Good morning, ma'am. ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? അക്രഡിറ്റേഷൻ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? എക്സാം കഴിഞ്ഞിട്ട് ഇപ്പഴാ ക്ലാസ്സിൽ കയറണേ. അതെ, ആ റെക്കോർഡഡ് ക്ലാസ് കാണാട്ടോ കാരുണ്യ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ മാം. ഓക്കെ, എക്സാം ഒക്കെ എങ്ങനെയുണ്ടായി? നല്ലതായിരുന്നു. ഓക്കെ, ഈസി ആയിരുന്നല്ലേ? ഓക്കെ, മിസ് JCI ആണ് എടുക്കുന്നത്. മിസ്സിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ നിങ്ങൾ? ന്യൂസ് ഒക്കെ എടുത്ത ഏതെങ്കിലും ക്ലാസ്സിൽ കയറിയിരുന്നോ? ആദ്യത്തൊക്കെ കേറി, പിന്നെ കേറാൻ കഴിഞ്ഞില്ല. JCI എന്നുള്ള സെക്ഷൻ ഇല്ലേ, അക്രഡിറ്റേഷൻ നമുക്ക് ഫസ്റ്റ് ഹിസ്റ്ററി പറയുന്നുണ്ട്, പിന്നെ നാബിന്റെ ആണ് പറയുന്നത്, നെക്സ്റ്റ് പറയുന്നത് JCIയുടെ ആണ്. അപ്പൊ JCI എന്നുള്ള സെക്ഷനാണ് മിസ് എടുക്കുന്നത് ഇപ്പൊ. ഓക്കെ, അപ്പൊ മിസ് ഇതില്ല, ഹിസ്റ്ററി കഴിഞ്ഞു. ഹിസ്റ്ററി കഴിഞ്ഞിട്ട് ഈ 8 മിസ് ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ, ഇൻട്രൊഡക്ഷനിൽ മിസ് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് അതുവരെയും പറഞ്ഞിട്ടുണ്ടായി മിസ് കേട്ടോ. ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, തുടങ്ങാൻ നമുക്ക്. അപ്പൊ ഇല്ലാത്തവര്, ക്ലാസ്സിൽ ഇല്ലാതിരുന്നവര് റെക്കോർഡഡ് ക്ലാസ് കാണാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ ഫസ്റ്റ് ആ ഹിസ്റ്ററി പറഞ്ഞപ്പോഴേ നമുക്ക് ഡേറ്റ്, ഇയർ ഒരു ഇത് വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ ഹിസ്റ്ററിയില്? 1918 ആയിരുന്നല്ലേ ഇതിൽ കിടന്നിരുന്നത്, പക്ഷെ 1917 ആണ് കേട്ടോ. 1917 American College of Surgeons began a hospital standardized program. അതൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. മിസ് തുടങ്ങിക്കോട്ടെ, ക്ലാസ് എടുത്തോട്ടെ. ഓക്കെ, JCI എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡുകൾ അല്ലെ, മാനദണ്ഡ JCI പറയുന്ന മാനദണ്ഡങ്ങള് വിലയിരുത്തിയതിന് ശേഷം, അസസ് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോഡിനെയാണ് JCI എന്ന് പറയുന്നത്. ഇവര് എന്തൊക്കെയാണ് മുൻഗണന നൽകുന്നത്? പേഷ്യൻസിന്റെ സുരക്ഷയ്ക്കും പിന്നെ എന്താണ്, ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, ഗുണനിലവാരമുള്ള പരിചരണത്തിനുമാണ് നമ്മുടെ JCI മുൻതൂക്കം നൽകുന്നത്. JCIയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അല്ലെ, അന്താരാഷ്ട്ര ജനതയില് എന്താണ്, അവിടെ നിന്ന് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളിൽ നിന്ന് കൊടുക്കുന്ന കെയേഴ്സിൽ എന്താണ്, ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ JCIയുടെ ലക്ഷ്യം. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ, ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മ പറഞ്ഞു ഈ JCI ആർക്കാണ്? 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഈ അക്രഡിറ്റേഷൻ JCI കൊടുക്കുന്നത് പോലെ JCIക്ക് ലഭിക്കേണ്ട ഒരു അക്രഡിറ്റേഷൻ, JCI എന്ന് പറയുന്നത് ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് അല്ലെ, ഒരു ബോർഡാണ്. അത്
അപ്പൊ എന്താണ് ഈ JCIക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന JCI പറയുന്ന മാനദണ്ഡങ്ങളും അവര് പറയുന്ന എന്താണ് അവര് പറയുന്ന പ്രൊസീജിയറൊക്കെ ക്വാളിറ്റി ഉണ്ടോ ഗുണനിലവാരമുണ്ടോ ഉറപ്പാക്കുന്നതാണ് എന്താണ് IEEA ഉണ്ട്. വേറൊരെണ്ണം ISQUA പഠിച്ചോ? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ പഠിച്ചില്ലേ? അതെന്താണ്? അക്രഡിറ്റേഷൻ ബോഡീസിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡാണ് അല്ലേ? അപ്പൊ ആ വ്യത്യാസമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ISQUA IEEA എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തുന്ന ബോർഡാണ് ഈ ISQUAയും IEEAയും. മനസ്സിലാക്കി വെക്കുക കേട്ടോ, മാറിപ്പോവരുത് കേട്ടോ. പേജ് നമ്പർ 123 ഓക്കെ. നോക്കിക്കോ മിസ് ദേ ഇവിടെ മുതൽ ഈ 8 തരത്തിലുള്ള കാറ്റഗറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാരഗ്രാഫ് ആണ് കേട്ടോ മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. JCI itself is accredited by the International Society for Quality in Health Care External Evaluation Association. എന്താണ്? നമ്മുടെ ഈ JCI തന്നെ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയറിന്റെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷന്റെ ഒരു അംഗീകൃതമാണ്. അതായത് നമ്മുടെ JCIക്ക് തന്നെ ആരുടെ അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്? IEEAയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? നമ്മ പറഞ്ഞല്ലേ ഇന്റർനാഷണൽ ലെവലിലെ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ബോർഡാണ് അല്ലെ JCI. ഈ JCI തന്നെ എന്താണ്? IEA എന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷന്റെ എന്ത് കിട്ടിയിട്ടുള്ള അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു ബോർഡാണ്. ക്ലിയർ ആയോ? ഈ IEEAയും ISQUAയും എന്താണ്? ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ ആണ്. അവരെന്താണ് ചെയ്യുന്നത്? ഈ JCIയുടെ അല്ലെങ്കിൽ NABന്റെ അല്ലെ അവരൊക്കെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ISOന്റെ ഒക്കെ എന്താണ് പ്രവർത്തനങ്ങള് ഇവര് എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ISQUA എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഓക്കെ ആയോ? ഫസ്റ്റ് സെന്റൻസ് ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ദിസ് അക്രഡിറ്റേഷൻ, അതായത് IEAയുടെ അക്രഡിറ്റേഷൻ provides assurance that the standards, process and training used by JCI are in line with the highest international standards for accreditation bodies. എന്താണ് ഈ അക്രഡിറ്റേഷൻ? JCI ഉപയോഗിക്കുന്ന അല്ലെ, അതെന്താണ്? ഈ IEA എന്ന് പറഞ്ഞാല് JCIക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ അക്രഡിറ്റേഷൻ JCI ഉപയോഗിക്കുന്ന എന്തൊക്കെയാ സ്റ്റാൻഡേർഡുകള് അല്ലെ, അവരുടെ മാനദണ്ഡങ്ങള്, അവരുടെ പ്രോസസ് പ്രക്രിയകള്, അവരുടെ ട്രെയിനിങ്ങുകളൊക്കെ എന്താണ്? അക്രഡിറ്റേഷൻ ബോഡികൾക്കുള്ള ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര നിലവാരത്തിന് അനുസൃതമാണെന്ന് ഉറപ്പുവരുത്തുന്നു. ക്ലിയർ ആയോ? ഈ JCI പറയുന്ന കാര്യങ്ങൾ, JCI എങ്ങനെയാണ്? ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ JCI പറയുന്ന സ്റ്റാൻഡേർഡുകള്, അവരുടെ പ്രോസസ്സുകള്, അവര് കൊടുക്കുന്ന ട്രെയിനിങ്ങുകളൊക്കെ എന്താണ്? അന്താരാഷ്ട്ര ലെവലില് അക്രഡിറ്റേഷൻ ബോഡികൾക്കുള്ള ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളതാണോ എന്ന് ഈ IEA വിലയിരുത്തുന്നു. ക്ലിയർ ആയോ? അതിനുശേഷമാണ് IEEA അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ?
JCI പറയുന്ന കാര്യങ്ങള് അന്താരാഷ്ട്ര ലെവലിലെ ഗുണനിലവാരമുള്ളതാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ IEA JCIക്ക് അക്രഡിറ്റേഷൻ നൽകുന്നത്. നെക്സ്റ്റ് പറയുന്നത് JCI aim to, ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞു ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. JCIയുടെ എയിം എന്ന് പറഞ്ഞാൽ എന്താ? aim to maintain and improve safety and healthcare quality throughout the world by providing education, international accreditation, including international patient safety goals IPSGS. അതൊക്കെ നോട്ട് ചെയ്യാട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ്. അഡ്വൈസറി സർവീസസ് ആൻഡ് സർട്ടിഫിക്കേഷൻ നമ്മ പറഞ്ഞു. ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബില് HCAയുടെ ഒരു ചെറിയൊരു പാരഗ്രാഫ് പഠിച്ചില്ലേ? പഠിച്ചോ? ഒരു ചെറിയൊരു പാരഗ്രാഫ് അതിൽ പറയുന്നുണ്ട് അല്ലെ. JCI എന്താണ്? ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ മാത്രമാണോ നൽകുന്നത്? അല്ല അല്ലെ. അഡ്വൈസറി സർവീസുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? നമ്മ അതില് പബ്ലിക്കേഷൻസ് പറഞ്ഞല്ലോ. പബ്ലിക്കേഷൻസ് JCI പബ്ലിക്കേഷൻസ് അല്ലെ. മറന്നുപോയോ? പബ്ലിക്കേഷൻസ്. അപ്പൊ വിദ്യാഭ്യാസം ഇതില് പറയുന്നത് വിദ്യാഭ്യാസം. അന്തർദേശീയ അക്രഡിറ്റേഷൻ. അന്തർദേശീയ അക്രഡിറ്റേഷൻ എന്ത് പറയുന്നുണ്ട്? അവരെന്താണ് ഉൾക്കൊള്ളിക്കുന്നത്? ഇൻക്ലൂഡിങ് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ് അല്ലെ. ഇന്റർനാഷണൽ ലെവലിൽ പേഷ്യൻസിന്റെ സുരക്ഷിതത്വത്തിന്റെ ലക്ഷ്യങ്ങൾ കൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ, ഉപദേശക സേവനങ്ങള്, സർട്ടിഫിക്കേഷൻ ഇതൊക്കെ നൽകിക്കൊണ്ട് എന്താണ്? ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് എന്താണ്? സുരക്ഷയും ആരോഗ്യ പരിപാലന നിലവാരവും നിലനിർത്താനും മെച്ചപ്പെടുത്താനും നമ്മുടെ JCI ലക്ഷ്യമിടുന്നു. ഇത് പല രീതിയില് ഈ സെന്റൻസിന്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? JCI എന്താണ്? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം കൊടുക്കുക, ഇന്റർനാഷണൽ അക്രഡിറ്റ് ഹോസ്പിറ്റലുകൾക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ കൊടുക്കുക, ഉപദേശക സേവനങ്ങൾ നൽകുക, സർട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നിവയിലൂടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഇംപ്രൂവ് സേഫ്റ്റി അല്ലെ. അവരുടെ ആരോഗ്യത്തിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് JCIയുടെ ലക്ഷ്യം. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഇത് പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വേറൊരു രീതിയിൽ പറഞ്ഞേക്കുന്നു കേട്ടോ. ജസ്റ്റ് പറയുന്നത് സിൻസ് its founding by the Joint Commission 1994 നമ്മ പറഞ്ഞാണ് അല്ലെ. ജോയിന്റ് കമ്മീഷൻ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1994 JCI has accredited more than 1000 healthcare organizations with its gold seal of approval, a globally recognized symbol of quality, patient care and സേഫ്റ്റി. എന്താണ്? 1994 സ്ഥാപിതമായ JCI എന്താണ്? സ്ഥാപിതമായ ഗുണനിലവാരമുള്ള രോഗി പരിചരണത്തിന്റെയും സുരക്ഷിതത്വത്തെയും അംഗീകരിക്കപ്പെട്ട ആഗോളതലത്തിൽ അംഗീകരിച്ച ചിഹ്നമായ അല്ലെ. മിസ് പറഞ്ഞു JCIയുടെ അക്രഡിറ്റേഷന്റെ ആ സർട്ടിഫിക്കറ്റ് എന്താണ്? ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ എന്നാണ് അല്ലെ പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഗോൾഡ് സീൽ അപ്രൂവൽ കൊടുത്തുകൊണ്ട് 1000-ലധികം ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് JCI അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. JCI പറയുന്ന മാനദണ്ഡങ്ങൾ അല്ലെ, സ്റ്റാൻഡേർഡുകളും അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് JCIയുടെ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവലില് എത്ര 1000-ലധികം ആരോഗ്യ സ്ഥാപനങ്ങള് JCIയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാക്കിയിട്ടുണ്ട്, കരസ്ഥമാക്കിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ?
ആദ്യം ഇതിൽ എന്താണ് ജസ്റ്റ് പറയുന്നത് എന്താണ്, ജെസ്സിയെ കൂടുതൽ എയിം ചെയ്യുന്നത് എന്തിനാണ്? രണ്ട് കാര്യങ്ങൾക്കാണ് എയിം കൊടുക്കുന്നത്. പേഷ്യൻസിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് കെയർ അല്ലേ? അപ്പൊ വീണ്ടും വീണ്ടും തന്നെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? എന്താണ് 1994 ജെസിയെ സ്ഥാപിച്ചതിന് ശേഷം പേഷ്യന്റിന്റെ സേഫ്റ്റിയും ഗുണനിലവാരമുള്ള പരിചരണവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1000-ലധികം ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ജെസിയെ ഗോൾഡ് സീൽ അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ദിസ് ആർട്ടിക്കിൾസ്. ഇവിടെ ആർട്ടിക്കിൾസ് നിർദ്ദേശിക്കുന്നത് മോളിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങള്. presents an overview of the JCI accreditation process and its benefits to the accreditation organization and patients. ഇതാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങള്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? JCI അക്രഡിറ്റേഷന്റെ ഒരു ഓവർവ്യൂ ആണല്ലേ തന്നിരിക്കുന്നത് അല്ലേ? JCIയുടെ അക്രഡിറ്റേഷന്റെ ഒരു ഓവർവ്യൂവും അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനും പേഷ്യൻസിനുമുള്ള ബെനിഫിറ്റ്സ് ഗുണങ്ങളുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? Okay. Next, IEEA recognition. IEEA അംഗീകാരം എന്താന്ന് നോക്കിയേ. JCI is IEEA എന്ന് പറയുന്നത് 2017 അതിൽ സ്ഥാപിതമായതാണ്. 2017 സ്ഥാപിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ചതാണ് IEEA. സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ചതാണ് IEEA, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻ. എന്താണ്? ലോകമെമ്പാടുമുള്ള സാമൂഹിക ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് എന്താണ് സോഷ്യൽ കെയർ എന്നൊക്കെ ബാഹ്യം എക്സ്റ്റേണൽ ഇവാലുവേഷനിലൂടെ എന്താണ് നമുക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേഷൻ ബോർഡാണ് IEEA. ലോകമെമ്പാടുമുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകള്, സോഷ്യൽ കെയർസുകള് അവർക്ക് എന്താണ് ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തിയിട്ട് അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേറ്റർ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അക്രഡിറ്റേഷൻ ബോർഡാണ് IEEA. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. 2017 IEEA സ്ഥാപിച്ചത്. എന്താണ് ഇത്? ജനീവ ആസ്ഥാനമാക്കി, സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമാക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. IEAയുടെ ലക്ഷ്യം IEA എന്താണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് വെച്ചാല് ലോകമെമ്പാടുമുള്ള ആരോഗ്യ സാമൂഹിക പരിപാലന മൂല്യനിർണയ ഓർഗനൈസേഷനുകൾക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞു JCI എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതാണ് അല്ലെ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതല്ലേ? ഇവരെ എന്താണ് ഒരു ബാഹ്യ മൂല്യനിർണയം, ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷനിലൂടെ ഇവര് പറയുന്ന സ്റ്റാൻഡേർഡുകള്, ഇവരുടെ പ്രോസസ്സുകൾ അല്ലെ, ഇവര് പറയുന്ന പ്രക്രിയകള്, ഇവരുടെ ട്രെയിനിങ്ങുകള് ഗുണനിലവാരമുള്ളതാണോ എന്ന് അല്ലെ, ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ഇവാലുവേറ്റർ ആണ് IEEA. ലോകമെമ്പാടുമുള്ള എന്താണ് നമ്മുടെ അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അല്ലെ, JCI പോലുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് എന്താണ് അവര് പറയുന്ന സ്റ്റാൻഡേർഡുകള്, അവരുടെ പ്രോസസ്സുകള്,
അവരുടെ ട്രെയിനിങ്ങുകൾ ഇതെല്ലാം ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷനിലൂടെ, ഒരു ബാഹ്യ മൂല്യനിർണ്ണയത്തിലൂടെ വിലയിരുത്തി ക്വാളിറ്റി ഉള്ളതാണോ എന്ന് വിലയിരുത്തുന്ന ഒരു തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേറ്റർ ആണ് IEEA. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഓക്കെ. നോക്കിയേ, ഇനിയിപ്പം ഈ പാരഗ്രാഫില് മിസ് ഇപ്പൊ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളു. നോക്കിയേ, JCI എന്ന് പറയുന്നത്, JCI is accredited by the International Society of Quality in Healthcare External Evaluation Association. JCI എന്താണ്? നമ്മുടെ IEEA-യുടെ എന്ത് കിട്ടിയതാണ്? അക്രഡിറ്റേഷൻ ലഭിച്ചതാണ്. The IEEA provides third-party external evaluation services to health and social care, external evaluation organization and standards developing body around the globe. എന്താണ് IEEA? ആരോഗ്യ സാമൂഹിക പരിപാലന ബാഹ്യ മൂല്യനിർണ്ണയ ഓർഗനൈസേഷനുകളും നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻ അല്ലെ? JCI പോലെയുള്ള ഓർഗനൈസേഷനുകൾക്ക് അല്ലെ, ലോകമെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങൾക്കും വികസ്വര സ്ഥാപനങ്ങൾക്കും മൂന്നാം കക്ഷ, അതായത് തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തുന്ന ഗ്ലോബൽ ലെവലിൽ അല്ലെ, ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഗ്ലോബൽ ലെവലിലുള്ള ഒരു അക്രഡിറ്റേഷൻ തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേറ്റർ ആണ് IEEA. IEEA എന്ന് പറയുന്നത് ആരോഗ്യ, ഇതിൽ പറഞ്ഞതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടുള്ളൂ. IEEA എന്ന് പറയുന്നത് എന്താണ്? ലോക അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അക്രഡിറ്റേഷൻ ബോഡികളെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തുന്ന ഒരു തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേറ്റർ ആണ് IEEA. ക്ലിയർ ആയോ? അതായത് നമ്മുടെ IEEA അക്രഡിറ്റേഷൻ, അതായത് എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തുന്ന ബോഡീസ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ദേശീയ ഉൾപ്പെടുന്നുണ്ട്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ASTM, അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ്. ഇത് മെറ്റീരിയൽസിന്റെ ഒക്കെ എന്താണ് ചെക്ക് ചെയ്ത് ക്വാളിറ്റി ഉണ്ടോ എന്ന് വിലയിരുത്തുന്നതാണ്. അപ്പൊ ഈ ASTM-ന് NCDPD എല്ലാത്തിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചോട്ടാ. ASTM എന്ന് പറഞ്ഞാല് അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽ. എഴുതിയോ? അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽ. ISO കേട്ടിട്ടുണ്ടോ? ISO കേട്ടിട്ടുണ്ടോ? ISO എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെ. ISO എന്താണ് ചെയ്യുന്നത്? ISO അംഗീകാരം കൊടുക്കാണല്ലേ, അവിടുത്തെ സ്റ്റാൻഡേർഡ് ഉണ്ടോന്നല്ലേ നോക്കി നിങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നത് തന്നെയല്ലേ. ISO അംഗീകാരം ലഭിച്ചു എന്നൊക്കെ പറയാറില്ലേ? സ്റ്റാൻഡേർഡ് ഉണ്ടോ അല്ലേ? അപ്പൊ ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, NCDPD national NCDPD. Yeah. National Council for
prescription, drug programs, drug program. അപ്പൊ ഇതൊക്കെ എന്താണ് അംഗീകാരം കൊടുക്കുന്ന ബോർഡുകളാണ് അല്ലെ. NCDPD, ISO, JCI അല്ലേ. Prescription drug program, ഡ്രഗുകൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടോ അല്ലെ, അവരുടെ പ്രിസ്ക്രിപ്ഷൻസ് ക്വാളിറ്റി ഉള്ളതാണോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് NCDPD. അപ്പൊ NCDPD, ISO, JCI എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അംഗീകാരം കൊടുക്കുന്നതല്ലേ, അക്രഡിറ്റേഷൻ കൊടുക്കുന്നതല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ബോഡി അംഗീകാരം കൊടുക്കുന്ന ഓർഗനൈസേഷനുകളുടെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തുന്ന ഒരു തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേറ്റർ ആണ് IEEA. ക്ലിയർ ആയോ? Next, IEEA accreditation provides assurance that the standard, training and the process used by JCI meet the highest international benchmark for accreditation bodies. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയല്ലേ, ആണോ? JCI ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡുകള്, അവരുടെ പ്രോസസ്സുകള്, അവരുടെ പരിശീലനങ്ങള് എന്നിവ അക്രഡിറ്റേഷൻ ബോഡികൾക്കായുള്ള ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് IEEA ഉറപ്പു നൽകുന്നു. അതായത് JCI പറയുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് അന്താരാഷ്ട്ര നിലവാരത്തില് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് നമ്മുടെ IEEA ഉറപ്പു നൽകുന്നു. ക്ലിയർ ആയോ? നമ്മ പറഞ്ഞു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുക അല്ലെ. JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ അല്ലെ, നിലവാരം JCI പറയുന്ന സ്റ്റാൻഡേർഡുകള് ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ട് അല്ലെ. പേഷ്യൻസിന്റെ സുരക്ഷയും ക്വാളിറ്റി കെയറും ഉറപ്പു നൽകുന്നുണ്ടെന്ന് JCIയുടെ സിമ്പൽ അല്ലെ വെളിപ്പെടുത്തല്ലേ. JCIയുടെ അക്രഡിറ്റേഷൻ വെളിപ്പെടുത്തുന്നു അല്ലെ. അപ്പൊ എന്താണ് IEEAയുടെ അക്രഡിറ്റേഷൻ നമ്മുടെ JCI കിട്ടിക്കഴിഞ്ഞാൽ എന്താ, JCI പറയുന്ന കാര്യങ്ങൾ അല്ലെ, JCIയുടെ സ്റ്റാൻഡേർഡുകള്, അവരുടെ പ്രോസസ്സ്, അവരുടെ ട്രെയിനിങ്ങുകള് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് IEEA ഉറപ്പു നൽകുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. മിസ് എടുത്ത ഭാഗം ഇപ്പൊ എടുത്ത ഭാഗം ഒന്ന് നോക്കിയേ, ഫസ്റ്റ് മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് നോക്കിയേ, എന്നിട്ട് മിസ് അടുത്തത് എടുക്കാം കേട്ടോ. IEEA International Society for Quality in Healthcare, External Evaluation Association. ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചും മറിച്ചും ഓരോന്ന് തന്നെയാണ് അല്ലെ പറയുന്നത്. ഒരു കാര്യം തന്നെ പല രീതിയിൽ പറയുന്നു അല്ലെ. തോന്നുന്നുണ്ടോ നിങ്ങക്ക് വായിച്ചിട്ട്? അപ്പൊ ഓവറോൾ ഒരു ഐഡിയ മനസ്സിലാക്കാം എന്താന്നുള്ളത് കേട്ടോ.
ISQന്റെ അക്രഡിറ്റേഷൻ 4 വർഷത്തേക്ക്, നാബിന്റെ അപ്പൊ JCIയുടെ അക്രഡിറ്റേഷൻ എത്ര വർഷത്തേക്കാണെന്നാ പറയുന്നേ വാലിഡ്? 3 വർഷം 4 വർഷത്തേക്ക് ഉണ്ടാവും. 3 വർഷം കൂടുമ്പോ അവര് റിവൈസ് ചെയ്തിട്ട് എത്രാമത്തെ വർഷമാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്? 4ാമത്തെ വർഷമല്ലേ? അപ്പൊ 4 വർഷം ആ. അപ്പൊ അതേപോലെ തന്നെ ISQUന്റെ വാലിഡിറ്റി എത്ര നാളാണ്? 4 years ആണ് കേട്ടോ. 4 years ആണ്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ക്ലിയർ ആണോ എല്ലാം? നെക്സ്റ്റ് JCI സ്റ്റാൻഡേർഡ്സ്. JCIന്റെ സ്റ്റാൻഡേർഡുകൾ അല്ലേ? JCI ക്രെഡൻഷ്യൽ മിസ് എടുത്തോ? JCIന്റെ ക്രെഡൻഷ്യൽസ് എടുത്തോ? ഇല്ലല്ലോ. ഓക്കെ. JCI received 4-year accreditation. JCI received 4-year accreditation in 2011 from the International Society for Quality in Healthcare ISQUA. എന്താണ് JCIക്ക് 2011 ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ ISQUന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. JCIക്ക് 2011 എന്ത് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്? ISQUന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. മിസ് പറഞ്ഞില്ലേ ISQUAയും IEEAയും എന്താണ്? അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ ഇവാലുവേറ്റർ ആണ് അല്ലേ? JCIക്ക് IEEAയുടെയും ISQUAയുടെയും എന്ത് കിട്ടിയിട്ടുണ്ട്? അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. മാറിപ്പോവരുത് കേട്ടോ, തെറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ISQUAന്റെ 2011 JCIക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ, അടയാളപ്പെടുത്തിക്കോട്ടോ. ഏത് വർഷമാണ്? 2011 JCIക്ക് ആരുടെ അക്രഡിറ്റേഷൻ ആണ് ലഭിച്ചത്? അപ്പൊ ISQUAയും IEEAയും വന്നാൽ എന്നിട്ട് കൺഫ്യൂഷൻ വരാട്ടോ. അപ്പൊ നല്ലോണം നോട്ട് ചെയ്ത് പഠിക്കാട്ടോ. Which shows that the process and benchmark used by JCI are the highest international standards. നേരത്തെ പറഞ്ഞ പോലെ ഈ JCIക്ക് ISQന്റെ അംഗീകാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? JCI പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡുകളല്ലേ, ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡുകളും പ്രക്രിയകളല്ലേ, പ്രോസസ്സുകളും ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണെന്നും ഈ ഉറപ്പ് നൽകുന്നു അല്ലേ? ഹയസ്റ്റ് ലെവലിലുള്ളതാണെന്ന് ഈ അക്രഡിറ്റേഷൻ ഉറപ്പ് നൽകുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് the Joint Commission International, the Joint Commission and the World Health Organization collaborate together on the WHO collaborating initiate dedicated to patient safety. നോക്കിയേ, രണ്ടെണ്ണം പറയുന്നുണ്ട് അല്ലെ? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണലും പറയുന്നുണ്ട്, ജോയിന്റ് കമ്മീഷനും പറയുന്നുണ്ട് അല്ലെ? ആണോ? എടുത്തിട്ടുണ്ടോ? ജോയിന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാല് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ US-ലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് മാത്രം അംഗീകാരം കൊടുക്കുന്ന ഒരു ബോർഡാണ്. ജോയിന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാല് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. ഇതെന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള
ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾ അംഗീകാരം കൊടുക്കുന്നതാണ്. നമ്മൾ നാബ് പറഞ്ഞില്ലേ? നാബ് എന്താണ്? നാഷണൽ ലെവലിൽ അല്ലേ? അതേപോലെ US-ല് ഉള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതാണ് ജോയിന്റ് കമ്മീഷൻ. ക്വസ്റ്റ്യൻ വരാട്ടോ, എഴുതി വെച്ചോ. ജോയിന്റ് കമ്മീഷൻ ഈസ് എ US based organization. എഴുതി വെച്ചോണ്ടാ. ജോയിന്റ് കമ്മീഷൻ ഈസ് എ US based organization that accredits healthcare organization within the United States. Within the United States. ഇതോ? ഇനി നോക്കിയേ, ദ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ലേ? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണലും ജോയിന്റ് കമ്മീഷനും പിന്നെന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും WHO കൂടി എന്താണ്? കൊളാബറേറ്റ് രോഗികളുടെ സുരക്ഷയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന WHO സഹകരണ സംരംഭത്തില് ഒരുമിച്ച് സഹകരിക്കുന്നു. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനില് നമ്മുടെ ജോയിന്റ് കമ്മീഷനും ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്താണ്? WHO ഒരുമിച്ച് രോഗീ സുരക്ഷകൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ക്ലിയർ ആയോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനില് നമ്മുടെ എന്താണ്? ജോയിന്റ് കമ്മീഷനും കമ്മീഷൻ ഇന്റർനാഷണലും എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനില് പേഷ്യൻസിന്റെ സുരക്ഷിതത്വത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. JCI accreditation is the most prestigious accreditation a non-US hospital can get, and consequently it is worth a lot to hospital that offer services to foreign patients. എന്താണ്? US അല്ലാത്ത ഹോസ്പിറ്റലുകൾക്ക് ഈ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിക്കുക എന്നുള്ളത് എന്താണ്? ഏറ്റവും അഭിമാനകരമായ ഒരു അക്രഡിറ്റേഷൻ ആണ് അല്ലേ? ആണോ? അല്ലേ? എന്താണ്? US അല്ലാത്ത ഹോസ്പിറ്റലുകൾക്ക് JCI അക്രഡിറ്റേഷൻ ലഭിക്കുക എന്നുള്ളത് ഒരു അഭിമാനകരമാണ് അല്ലേ? അതിനാൽ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക്, വിദേശികൾക്ക് സേവനം നൽകുന്ന ആശുപത്രികൾക്ക് ഇത് വളരെയധികം വിലമതിക്കുന്നു അല്ലെ? അവർക്ക് എന്താണ്? മെഡിക്കൽ ടൂറിസം അല്ലെ? പഠിച്ചില്ലേ നമ്മ നാബില്? ക്വാളിറ്റി അഷുറൻസ് നാബില് മെഡിക്കൽ ടൂറിസം അവർക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഈ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് വിദേശികൾ എന്ത് ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലേ നമ്മുടെ നാടുകളിലേക്ക് വരുന്നുണ്ടോ? ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? ക്രാഫ്റ്റ് ഹോസ്പിറ്റല്, ആസ്റ്റർ മെഡ്സിറ്റി അല്ലേ? അപ്പൊ അവിടേക്കൊക്കെ എന്താണ്? ട്രീറ്റ്മെന്റിന് വേണ്ടി ഫോറിനേഴ്സ് വരികയാണല്ലേ? അപ്പൊ ഈ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിക്കുക എന്നുള്ളത് അല്ലെ വിദേശ രോഗികൾക്ക് എന്താണ്? സേവനം നൽകുന്ന ആശുപത്രികൾക്ക് ഇത് വളരെയധികം വില നൽകുന്നു അല്ലെ? വിലമതിക്കുന്നു അല്ലെ? അവർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അംഗീകരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? JCIയുടെ അക്രഡിറ്റേഷൻ ലഭിക്കുമ്പോൾ ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാണ് അല്ലെ? ക്ലിയർ ആയോ? അത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമല്ലേ? നമ്മുടെ നാട്ടിൽ വന്ന്, കേരളത്തിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പറയുന്നത്. അപ്പൊ JCIയുടെ അക്രഡിറ്റേഷൻ US അല്ലാത്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലാത്ത ഹോസ്പിറ്റലുകൾക്ക് ലഭിക്കുക എന്നുള്ളത് ഒരു അഭിമാനകരമായ നേട്ടമാണ്. ക്ലിയർ ആയത്?
നെക്സ്റ്റ് JCI സ്റ്റാൻഡേർഡ്സ്. JCI സ്റ്റാൻഡേർഡ്സ് നോക്കിയേ. The JCI accreditation process focuses on patient care and treatment as well as on the organization management and clinical system. എന്താണ് നമ്മുടെ JCI accreditation എന്താണ് പറയുന്നത്? പേഷ്യൻസിന്റെ കെയർ അല്ലെ, രോഗികളുടെ പരിചരണത്തിലും ചികിത്സയിലും എന്ന് പറയുന്നുണ്ട് സ്ഥാപനത്തിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനെയും ക്ലിനിക്കൽ സിസ്റ്റത്തെയും കേന്ദ്രീകരിക്കുന്നുണ്ടോ? ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ? നമ്മ പറഞ്ഞു JCIയുടെ സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ അല്ലെ, പറഞ്ഞോ? അപ്പൊ ഈ മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? ഓർഗനൈസേഷൻ മാനേജ്മെന്റും അവിടുത്തെ ക്ലിനിക്കൽ സിസ്റ്റം ഉൾപ്പെടുന്നത്. അപ്പൊ എന്താണ് JCIയുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സില് പേഷ്യന്റ് കെയറും രോഗി പരിചരണത്തിലും ചികിത്സയിലും കൂടാതെ എന്താണ് ഓർഗനൈസേഷൻ മാനേജ്മെന്റിലും ക്ലിനിക്കൽ സിസ്റ്റത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ഫോക്കസ് ചെയ്യുന്നു. The JCI standards explains the assessment of the key function of hospitals and healthcare organization. നമ്മുടെ JCI സ്റ്റാൻഡേർഡുകള് വിശദീകരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? കീ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ അല്ലെ, ആണോ? കീ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ അല്ലെ. അപ്പൊ നമ്മുടെ JCI സ്റ്റാൻഡേർഡുകൾ വിശദീകരിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലിലെ കീ ഫങ്ഷൻസും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമാണ് വിശദീകരിക്കുന്നത്. കീ ഫങ്ഷൻസ് ഇൻക്ലൂഡ് മീറ്റിംഗ് ദ ഇന്റർനാഷണൽ ഗോൾസ് ഓഫ് പേഷ്യൻസ്. കീ ഫങ്ഷനിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെ, ആണോ? പേഷ്യന്റ് സേഫ്റ്റി, അസസ് ടു കെയർ അല്ലെ, അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന പരിചരണം, അസസ് ടു കെയർ ലഭ്യമാകുന്ന പരിചരണം, അസസ്മെന്റ് ആൻഡ് കെയർ പ്രോസസ് അല്ലെ, അവിടെ നിന്ന് ലഭിക്കുന്ന കെയറിന്റെ പ്രോസസ് പ്രക്രിയകൾ എന്ത് ചെയ്യാണ്? വിലയിരുത്തുന്നുണ്ടോ? അസസ്മെന്റ് നടത്തുന്നുണ്ടോ? അസസ്മെന്റ് ആൻഡ് കെയർ പ്രോസസ്, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന പരിചരണ പ്രക്രിയകൾ എന്ത് ചെയ്യുന്നുണ്ട്? വിലയിരുത്തുന്നു. ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ അല്ലെ. എന്താണ്? ഹോസ്പിറ്റലിൽ സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്ഷൻസിനെ കുറിച്ചുള്ള കൺട്രോൾ, നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ അല്ലെ, പേഷ്യൻസിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടോ? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അല്ലെ, നമ്മ പറഞ്ഞു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെ, അഡ്വൈസറി സർവീസുകൾ കൊടുക്കുക, പബ്ലിക്കേഷൻസ് കൊടുക്കുക അല്ലെ. അപ്പൊ എഡ്യൂക്കേഷൻസ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഉണ്ടോ? അതെന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഉണ്ടോ? മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളിൽ പറയുന്നതാണ്. മാനേജ്മെന്റ് സ്റ്റാൻഡേർഡുകളിൽ പറയുന്നതാണ്, ഫോക്കസ്ഡ് സ്റ്റാൻഡേർഡുകളിൽ പറയുന്നതാണ്. എന്താണ്? ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്മെന്റ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്താണ്? HRM, സ്റ്റാഫുകളല്ലേ, അവിടെ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ കുറിച്ചുള്ള സ്റ്റാഫുകളുടെ ഒരു മാനേജ്മെന്റ് ആണോ? അവരെ എഡ്യൂക്കേഷൻ, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ അല്ലെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് ഇതൊക്കെ എന്താണ്? ഏത് സ്റ്റാൻഡേർഡുകളിലാണ് ഇത് പെടുന്നത്? ഇൻഫർമേഷൻ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകളിൽ അല്ലെ. പിന്നെ എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് അല്ലെ, ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി മാനേജ്മെന്റ്. അപ്പൊ
ഇങ്ങനെയുള്ള ഫങ്ഷൻസ് പ്രവർത്തനങ്ങളെയാണ് ഹോസ്പിറ്റലിലെ കീ ഫങ്ഷൻസിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ലീഡർഷിപ്പ്. വീണ്ടും പറയുന്നില്ലേ ലീഡർഷിപ്പ് മുതല ഫെസിലിറ്റി മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ലീഡർഷിപ്പ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേ. സർട്ടിഫിക്കേഷൻ ഇവിടം വരെ, മാനേജ്മെന്റ് വരെ കണ്ടോ? അതൊന്ന് വായിച്ചു നോക്കിയേ പറയാം. നമ്മുടെ ഫെസിലിറ്റി മാനേജ്മെന്റ്, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത് വരെ. Next, the JCI has a total of 6 accreditation programs and 1 certification program. JCI total 6 accreditation program, 1 certification program ആണുള്ളത്. 6 accreditation program എന്ന് പറയുന്നത് JCIയുടെ 6ാമത്തെ പതിപ്പ്. നമുക്കറിയാം എന്ത് ചെയ്യാ, ഓരോ തവണയും ഇത് മോഡേണൈസ് ചെയ്തുകൊണ്ട് വരികയാണ് അല്ലേ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആണോ. അപ്പൊ അവരെന്ത് ചെയ്യും, ആ സ്റ്റാൻഡേർഡുകളിൽ വ്യത്യാസങ്ങൾ വരുത്തില്ലേ, ചേഞ്ചസ് വരുത്തില്ലേ. അപ്പൊ അങ്ങനെ ചേഞ്ചസ് വരുത്തിയിട്ടുള്ള 6ാമത്തെ പതിപ്പില് എന്താണ് JCIയിലെ എന്താണ് അവിടുത്തെ ആ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഈ JCI പറയുന്ന 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ പ്രവർത്തനങ്ങളെ കർശനമായി വിലയിരുത്തിയതിനു ശേഷം അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാം. JCIയുടെ 6ാമത്തെ എന്താണ് എഡിഷൻ പ്രകാരം എന്താണ് 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളെ കർശനമായി വിലയിരുത്തിയതിന് ശേഷം അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാം. നെക്സ്റ്റ് പറയുന്നത് 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞില്ലേ. 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആ വിലയിരുത്തലില് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലില് അവിടുത്തെ ഏതെങ്കിലും ഒരു ഫെസിലിറ്റീസില് ഒരു പ്രത്യേക സെക്ഷനിൽ അവർക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നില്ലേ ഫെസിലിറ്റീസില് അല്ലെങ്കിൽ സർവീസില്. അപ്പൊ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് 1 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങളുടെ ഇതിൽ തന്നെ ഒരുപാട് നിങ്ങൾ എത്ര പേര് പഠിക്കുന്നുണ്ട്? ഒരു 50, 35 പേര്, 40 പേര് പഠിക്കുന്നുണ്ട് PGയില്. പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലേ? സർട്ടിഫിക്കറ്റ് കിട്ടും. അതില് ടോപ്പ് സ്കോറർക്ക് എക്സ്ട്രാ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ മെഡലൊക്കെ കൊടുക്കാറുണ്ടോ? ഏ അതൊരു പ്രത്യേക അംഗീകാരം കൊടുക്കുന്നതാണ് അല്ലേ? ആണോ? അത് അവർക്ക് ടോപ്പർക്ക് ഒരു പ്രത്യേക അംഗീകാരം കൊടുക്കുന്നതല്ലേ? അതേപോലെ എന്താണ് നമ്മുടെ JCI എന്താണ് 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ വിലയിരുത്തിയതിന് ശേഷം എന്താണ് അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേക സർവീസിലോ അല്ലെങ്കിൽ ഫെസിലിറ്റീസിലോ സർട്ടിഫിക്കേഷൻ ഗോൾഡ് സീൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഓക്കെ, നെക്സ്റ്റ് ആ ബോക്സ് ഒന്ന് നോക്കിയേ. JCI, sorry, the accreditation includes hospital, ambulatory care, etc. നമ്മ പറഞ്ഞ 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്? ഹോസ്പിറ്റല്, ആംബുലേറ്ററി കെയർസ്, പിന്നെ എന്തൊക്കെയാണ്? ഹോം കെയർസ്, ലബോറട്ടറി, ലാബ്, ഹോം കെയർ, ലോങ് ടൈം കെയർ ഫെസിലിറ്റീസ് അല്ലേ? ക്ലിനിക്കൽ ലാബ്, പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രൈമറി കെയർ സെന്റേഴ്സ്,
മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ അല്ലേ, എയർ ആംബുലൻസ് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനാണ് നമ്മുടെ JCI അക്രഡിറ്റേഷൻ നൽകുന്നത്. ഇതില് നമുക്ക് 2 പറഞ്ഞിട്ട് ബാക്കി അവർ എക്സിറ്റ് ഇട്ട് തന്നേക്കുന്നതാണ് കേട്ടോ. ഇത്രയൊന്ന് വായിച്ചു നോക്കിയേ. ഇത്രയൊന്ന് ബോക്സ് 4 എടുക്കാം. ഈ JCI അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ? പേഷ്യന്റ് സെന്റേർഡ് മാമില് പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇതിൽ പറയുന്നത്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് അല്ലെ, ACC എന്താണ്? അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി കെയർ അല്ലെ. അവർക്ക് ലഭിക്കുന്ന പരിചരണങ്ങള് അതെന്ത് വേണം? കണ്ടിന്യൂറ്റി വേണം അല്ലേ. ഇപ്പൊ അവർക്ക് കൊടുക്കുന്ന സ്റ്റോപ്പ് ചെയ്യാൻ പാടുണ്ടോ? ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി അവരവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ അവർക്ക് കൊടുക്കുന്ന പരിചരണത്തില് ഒരു തുടർച്ച വേണം അല്ലേ, കണ്ടിന്യൂറ്റി വേണം. അപ്പൊ അതാണ് ACC. എന്താണ്? അസസ് കെയർ ആൻഡ് അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. നെക്സ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. എന്താണ്? പേഷ്യൻസിനും അവരുടെ ഫാമിലി. ACC ക്യാപിറ്റൽ ACC. നെക്സ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. പേഷ്യൻസിനും അവരുടെ ഫാമിലിക്ക് അവകാശങ്ങളുണ്ടോ ഹോസ്പിറ്റലില്? എന്താണ്? ഗുണനിലവാരമുള്ള പരിചരണം ലഭിക്കണം അല്ലേ, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം അല്ലേ. അപ്പൊ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ഫാമിലി റൈറ്റ്സ്. അവരുടെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരിക്കണോ? അവരുടെ ഓരോ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ അങ്ങനെ ഒരുപാട് റൈറ്റ്സ് ഉണ്ട് അല്ലേ. അവർ കഴിക്കുന്ന മെഡിസിനുകളെ കുറിച്ച് അവർക്ക് ഒരു അറിവ് വേണം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. നെക്സ്റ്റ് അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിനെ വിലയിരുത്തണം അല്ലേ. നമ്മ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ പറഞ്ഞു. ഇഫ്ഡ് പേഷ്യൻസ്, ആംഗ്രി പേഷ്യൻസ് പറഞ്ഞോ. അതെന്താണ്? ഓരോ പേഷ്യൻസും ഓരോ മാനസിക ഇതുള്ളവരായിരിക്കും അല്ലേ. എല്ലാവരും ഒരേപോലത്തെ മെന്റൽ സ്റ്റാറ്റസ് ആയിരിക്കും എല്ലാവർക്കും? അല്ല. പിന്നെ ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻ വ്യത്യസ്തമായിരിക്കില്ലേ. ഹെൽത്ത് കണ്ടീഷൻ ഡിഫറൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് പേഷ്യൻസിനെ അസസ്മെന്റ് അല്ലെ വിലയിരുത്തിയതിന് ശേഷം അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകള് പരിചരണങ്ങള് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് കെയർ ഓഫ് പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിന് ശരിയായ രീതിയിലുള്ള പരിചരണം ലഭ്യമാക്കുക. നെക്സ്റ്റ് അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ അല്ലെ. എന്താണ്? നമുക്ക് ഓപ്പറേഷൻസ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അനസ്തേഷ്യ കൊടുക്കണം അല്ലെ. അനസ്തേഷ്യക്കും ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. അനസ്തേഷ്യക്കും അല്ലെ പേഷ്യൻസിന്റെ വെയിറ്റ് അല്ലെ അവരെ കണ്ടീഷൻ അനുസരിച്ച് വേണം അല്ലെ നമ്മൾ അനസ്തേഷ്യ കൊടുക്കാൻ. അനസ്തേഷ്യ തന്നെ പലതരത്തിലുണ്ട് അല്ലെ. റീജിയണൽ അനസ്തേഷ്യ ഉണ്ട്, ലോക്കൽ അനസ്തേഷ്യ ഉണ്ട് അല്ലെ. അപ്പൊ അതും എന്താണ്? ഓരോ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അവർക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം അല്ലെ. എന്താണ്? അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. അതൊക്കെ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണല്ലേ. പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഇവിടെ ഉറപ്പുവരുത്തേണ്ടതാ. നെക്സ്റ്റ് മെഡിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് ആൻഡ് യൂസ്. പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകൾ അല്ലെ അതിന്റെ ഉപയോഗം അതൊക്കെ എന്താണ്? പേഷ്യൻസിന്റെ സേഫ്റ്റി ആണോ അവിടെ മുൻനിർത്തുന്നത്? റോങ് ആയിട്ടുള്ള മെഡിസിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാനോ. പേഷ്യൻസിന് റൈറ്റ് മെഡിസിൻ റൈറ്റ് ഡോസിൽ അല്ലേ റൈറ്റ് ടൈമിൽ കൊടുക്കുക അല്ലെ. അപ്പൊ മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. മെഡിക്കേഷൻ മരുന്നുകൾ കൊടുക്കുന്നതിനുള്ള മാനേജ്മെന്റും അതിന്റെ ഉപയോഗവും. നെക്സ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. എന്താണ്? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന
മരുന്നുകളെ കുറിച്ച്, അവരുടെ ടെസ്റ്റ് റിസൾട്ടുകളെ കുറിച്ച്, അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ച് അല്ലെ അവർക്ക് എന്തുണ്ടാവണം? പേഷ്യൻസിനും ഫാമിലിക്കും ഒരു അവബോധം, ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? മിസ് എടുത്ത് ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഒന്ന് എടുത്തത് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മിസ് നെക്സ്റ്റ് മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ നാളെ എടുക്കാം കേട്ടോ. മിസ് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.